നമ്മളെ കയ്യിലുള്ള ഒരു ഫോട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് മാറ്റണം. അതായത് ഒരു JPG ഫോർമാറ്റിലുള്ള ഒരു ഫോട്ടോ PNG ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അതിന് നമ്മൾ പല വെബ്സൈറ്റ് ഉപയോഗിക്കും, പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കും, പലതിലും കറക്റ്റായിട്ട് കിട്ടും. എന്നാൽ വളരെ കറക്റ്റായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വളരെ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് BG ഇറേസർ. ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ആവശ്യക്കാർ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമില്ലാത്തവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടാകും, അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ BG ഇറേസറിൽ എങ്ങനെയാണ് ഫോട്ടോ ഇറേസ് ചെയ്യുക, അതുപോലെ മറ്റെന്തൊക്കെ ഫീച്ചർ ഉണ്ട് ഇതിൽ, അതൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ചെറിയ നോട്ടീസ് ഉണ്ടാകും, അവിടെ അഗ്രി കൊടുക്കുക. അതിനുശേഷം 1-2 പെർമിഷൻ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിവിടെ കുറേ ടാബുകളുണ്ട്. ഒന്നാമത്തത് 1 ക്ലിക്ക് കട്ടൗട്ട്, രണ്ടാമത്തത് ബ്രോഡ്കാസ്റ്റ് ഇമേജ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ID ഫോട്ടോ സ്കാൻ ചെയ്തെടുക്കുക, ഫോട്ടോ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുക. അതായത് നമ്മളെടുത്തുള്ളൊരു ഫോട്ടോയിൽ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, ബ്ലറായിട്ടുള്ള ഫോട്ടോ അത് ക്ലിയർ ആക്കി എടുക്കുക, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് നോക്കുന്നത്. അതിന് 1 ക്ലിക്ക് കട്ടൗട്ട് എന്നുള്ള മേലത്തെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാതെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നേരം ഡയറക്റ്റ് ഗാലറി പോകും. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ആവുന്ന ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മളെ ആ ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് കറക്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് തരും. കേട്ടോ, ക്വാളിറ്റി ഒട്ടും കുറയാണ്ട് കറക്റ്റായിട്ട് നമുക്കിത് ഏത് ഭാഗത്ത് വേണമെങ്കിൽ കൊണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിന് നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഭാഗത്തുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഗ്യാലറിയിലുള്ള ഫോട്ടോ, ഇവിടെ ഗ്യാലറി ഓപ്ഷൻ ഉണ്ട്, ഗ്യാലറിയിലുള്ള ഫോട്ടോ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിലുള്ള കളർ ബാക്ക്ഗ്രൗണ്ടുകൾ, അങ്ങനെ കുറേ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ഒരു PNG ഫയലായിട്ട് നമുക്ക് നമ്മളെ ഫോണിൽ സേവ് ചെയ്യാം. നമ്മളൊരു ഫോട്ടോ എഡിറ്റർ കൂടെ മറ്റൊരു ഫോട്ടോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ PNG ഫയൽ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഫോട്ടോ നമുക്ക് മറ്റൊരു ഫോട്ടോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം അടിപൊളിയല്ലേ? ഇവിടെ നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തതിന് ശേഷം ഇവിടെ മേലെ സേവ് HD എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് കൊടുക്കാം. സേവ് ചെയ്യണമെങ്കിൽ നമ്മളിത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ ഒന്നുകിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുക. അതും അല്ലെങ്കിൽ നമ്മളൊരു Gmail അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ലോഗിൻ ചെയ്തിട്ട് ജസ്റ്റ് ഗൂഗിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് അവിടെ കാണിക്കും. ഇങ്ങനത്തെ ആവശ്യത്തിനാട്ടോ ഒരു സെക്കൻഡറി ഇമെയിൽ, ഒരു ഗൂഗിൾ അക്കൗണ്ട് സെക്കൻഡറി ആയിട്ട് ഫോണിൽ വെക്കണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റും ഒക്കെ ലോഗിൻ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സെക്കൻഡറി ഇമെയിൽ ID വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ നമ്മളെ ഫോണിൽ അത് സേവ് ആയിക്കോളും. ഈ പറഞ്ഞോക്കാർക്കും തിരിഞ്ഞിക്കോ? തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.